ഇത്രയും അഴകുള്ള ഇടതൂർന്ന മുടിയിഴകൾ ഉണ്ടാകുകയെന്നത് നിങ്ങളുടെയും സ്വപ്നമാണോ? അതെ എന്നാണ് ഉത്തരമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. വീഡിയോ മുഴുവനായി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ മുടി എങ്ങനെ സംരക്ഷിക്കണമെന്നും കൂടുതൽ ആകർഷകമാക്കാമെന്നും. ശരിയല്ലാത്ത ഭക്ഷണക്രമവും മാനസിക സമ്മർദ്ദവും ജീവിതശൈലിയും മുടിയുടെ ആരോഗ്യത്തെ സാരമായി തന്നെ ബാധിക്കാറുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിലൂടെയും ചുറ്റുമുള്ളവരിലൂടെയും നമുക്ക് കിട്ടിയ പല അറിവുകളും ഗുണത്തെക്കാളേറെ ദോഷം വരുത്തുന്നതായി കണ്ടുവരാറുണ്ട്. മുടിയുടെ സംരക്ഷണത്തിൽ ആളുകൾ കോമണായി വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്സും അതിനുള്ള പരിഹാരങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. മിസ്റ്റേക്ക് നമ്പർ 1, വാഷിംഗ് ഹെയർ എവരിഡേ. നിങ്ങൾക്ക് നല്ല ഓയിലിയായ ഹെയർ ആണെങ്കിൽ മാത്രം ദിവസവും തല കഴുകാം. അല്ലെങ്കിൽ ഡെയിലി തല കഴുകുന്നത് തലമുടി ഡ്രൈ ആകാനും പൊട്ടിപ്പോകാനും ഇടവരുത്തും. മാത്രമല്ല തല കഴുകുന്നത് മൈൽഡ് ഷാംപൂ ഉപയോഗിച്ചാകുന്നതാണ് തലമുടിയുടെ ആരോഗ്യത്തിനുത്തമം. മിസ്റ്റേക്ക് നമ്പർ 2, യൂസിങ് റോങ് പ്രൊഡക്ട്സ്. പലരും ഷാംപൂ ഒക്കെ വാങ്ങുന്നത് അതിന്റെ സുഗന്ധവും വിലയും ബ്രാൻഡും ഒക്കെ നോക്കിയാകും. പക്ഷേ ഷാംപൂ തിരഞ്ഞെടുക്കുന്നതിൽ സംഭവിക്കുന്ന അശ്രദ്ധ മുടിയെ ദോഷകരമായി തന്നെ ബാധിച്ചേക്കാം. ഷാംപൂവിൽ തന്നെ കെമിക്കൽ ബേസ്ഡ് ഷാംപൂസ്, സൾഫേറ്റ് ബേസ്ഡ് ഷാംപൂസ്, ഓയിൽ സ്കാൽപ്പ്, ഡ്രൈ സ്കാൽപ്പ് ടൈപ്പ് അങ്ങനെ പലതരത്തിലുള്ള ഷാംപൂസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഷാംപൂ വാങ്ങുമ്പോൾ അതിന്റെ ബോട്ടിലിൽ കൊടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങളുടെ മുടി ഏത് ടൈപ്പാണോ അതിനനുയോജ്യമായ ഷാംപൂ മാത്രം വാങ്ങി ഉപയോഗിക്കാൻ ശ്രമിക്കുക. കഴിവതും കെമിക്കൽ ബേസ്ഡ് ഷാംപൂസ് ഒഴിവാക്കുക. മിസ്റ്റേക്ക് നമ്പർ 3, ബ്രഷ് വെറ്റ് ഹെയർ. മുടിയുടെ ആരോഗ്യത്തിന് ഹാനികരമായി നമ്മൾ വരുത്തുന്ന മറ്റൊരു തെറ്റ് മുടി ചീകുന്നതിലാണ്. കുളിക്കുന്നതിന് മുന്നോടിയായി തലയിൽ എണ്ണ പുരട്ടും മുമ്പ് തലമുടി ചീകുന്നത് ഉത്തമമാണ്. അതിനുശേഷം തലമുടിയിൽ എണ്ണ പുരട്ടി ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയാം. ഇനി ശ്രദ്ധിക്കേണ്ടത് നനഞ്ഞ മുടി ചീകരുത് എന്നതാണ്. നനഞ്ഞ മുടി ഓൾറെഡി ദുർബലമായിരിക്കും. അതിനു പുറമെ ചീകുകയാണെങ്കിൽ പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് മുടി ഉണങ്ങിയതിന് ശേഷം മാത്രം ചീകുവാൻ ശ്രദ്ധിക്കുക. മിസ്റ്റേക്ക് നമ്പർ 4, ആബ്സെൻസ് ഓഫ് റിക്വയർഡ് ന്യൂട്രിയൻസ് ഇൻ യുവർ ഫുഡ്. മുടിയെ സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരമായി പലരും മുടിപ്പുറത്തുള്ള പരീക്ഷണങ്ങളാണ് നടത്തുന്നത്. പക്ഷേ പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണം നമ്മുടെ ശരീരത്തിൽ വരുന്ന വൈറ്റമിനുകളുടെയും മിനറലുകളുടെയും കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പോഷകങ്ങൾ ശരീരത്തിന് ലഭ്യമാകാതെ പകരം മുടിപ്പുറത്ത് എന്ത് ചെയ്താലും ഗുണമുണ്ടാകില്ല. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, ബയോട്ടിൻ, സിങ്ക്, അയൺ തുടങ്ങിയ ന്യൂട്രിയൻസ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് മുടിയുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും അത്യന്താപേക്ഷിതമാണ്. പലരും ഇക്കാര്യത്തിൽ ഡയറ്റീഷ്യന്റെയും ന്യൂട്രീഷനിസ്റ്റിന്റെയും ഒക്കെ സഹായം തേടാറുണ്ട്. തലമുടിക്ക് ആവശ്യമായ ന്യൂട്രിയൻ സപ്ലിമെന്റ്സും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് മാൻ മാറ്റേഴ്സിന്റെ നറിഷ് ഗമ്മീസ്. ഇത് ഉപയോഗിച്ച ഭൂരിഭാഗം പേർക്കും നല്ല റിസൾട്ട് കിട്ടിയതായിട്ട് കണ്ടുവരുന്നു. ഗമ്മീസ് ഫോർമാറ്റിലാണ് ഈ പ്രൊഡക്റ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ചോക്ലേറ്റ് കഴിക്കുന്ന ലാഘവത്തോടെ ശരീരത്തിന് ആവശ്യമായ ന്യൂട്രിയൻസ് ദിവസേന നൽകാൻ ഇതിലൂടെ സാധിക്കും. ഈ ഗമ്മീസ് ടേസ്റ്റി ആണെന്ന് മാത്രമല്ല സൈഡ് എഫക്റ്റും ഉണ്ടാക്കാത്തതാണ്. മുടി കൊഴിച്ചിൽ മാറ്റാനും മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും വളരെ സഹായകരമായ ഈ പ്രൊഡക്റ്റിൽ ഷുഗറോ ശരീരത്തിന് ദോഷം വരുത്തുന്ന മറ്റ് ഇൻഗ്രീഡിയൻസോ അടങ്ങിയിട്ടില്ല. ഈ പ്രൊഡക്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ലിങ്കിന്റെ കൂടെ കൊടുത്തിട്ടുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. സോ ഈ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതിരിക്കുക. മിസ്റ്റേക്ക് നമ്പർ 5, റോങ് ഹാബിറ്റ്സ് ഡ്യൂറിങ് വിന്റർ ടൈം. തണുപ്പ് കാലങ്ങളിൽ പലരും തലയിൽ ഓയിൽ ഉപയോഗിക്കാറില്ല. ഉപയോഗിച്ചാൽ തന്നെ ശരിയായ രീതിയിലല്ല ഉപയോഗിക്കുന്നത്. ഏതുപോലെ മഞ്ഞുകാലത്ത് നമ്മുടെ സ്കിന്നെല്ലാം ഡ്രൈ ആയി കാണപ്പെടുന്നു, നമ്മുടെ തലയോട്ടിയിലും ഇതുപോലെ ഡ്രൈനെസ് ഉണ്ടാകാറുണ്ട്. പക്ഷെ നമുക്ക് കാണാനാകില്ല എന്ന് മാത്രം. ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഹോട്ട് ഓയിൽ ഹെയർ മസാജ് വളരെ നല്ലതാണ്. ഡബിൾ ബോയിലിംഗ് പ്രോസസ്സിലൂടെ താങ്കൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ അല്പം ചൂടാക്കി ചെറു ചൂടോടെ തലയോട്ടിയിലും മുടിയിലും ആ ഓയിൽ തേച്ച് പിടിപ്പിച്ച് ചെറുതായൊന്ന് മസാജ് ചെയ്യാം. 1 മണിക്കൂറിന് ശേഷം വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയാം. മഞ്ഞുകാലങ്ങളിൽ മുടിയിൽ മോയ്സ്ചർ നിൽക്കാത്തതുകൊണ്ട് മുടി ഡ്രൈ ആകാനും പൊട്ടിപ്പോകാനും കൊഴിയാനുമൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടവിട്ട ദിവസങ്ങളിൽ വൈറ്റമിൻ ഇ ഓയിൽ തലയിൽ തേക്കുന്നതും വളരെ ഗുണം ചെയ്യും. മിസ്റ്റേക്ക് നമ്പർ 6, ഹോട്ട് വാട്ടർ ഷവർ. ഭൂരിഭാഗം ഹെയർ എക്സ്പേർട്ടുകളും സജസ്റ്റ് ചെയ്യുന്നത് ചൂടുവെള്ളത്തിൽ തല കഴുകരുതെന്നാണ്. ചൂടുവെള്ളത്തിൽ തല കഴുകുന്നത് മൂലം മുടിയിൽ നിന്നും ശിരോചർമ്മത്തിൽ നിന്നും പ്രകൃതിദത്തമായ എണ്ണമയം നീക്കം ചെയ്യപ്പെടുകയും നിങ്ങളുടെ മുടി മങ്ങിയതും തിളക്കം നഷ്ടപ്പെട്ടതുമാക്കി തീർക്കാനും സാധ്യതയുണ്ട്. വരണ്ട ശിരോചർമ്മം, ചൊറിച്ചിൽ, താരൻ എന്നീ പ്രശ്നങ്ങൾക്കും കാരണമാകും. കൂടാതെ ചൂടുവെള്ളം ചർമ്മത്തിന്റെ സുഷിരങ്ങൾ തുറക്കുകയും മുടിയുടെ വേരുകൾ ദുർബലമാക്കുകയും മുടി കൊഴിച്ചിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യും. മുടിയുടെ കാര്യത്തിൽ ആളുകൾ കോമണായി വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്കുകളും അവയ്ക്കുള്ള സൊല്യൂഷൻസും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇനി മുതൽ കേശ സംരക്ഷണത്തിൽ മുകളിൽ പറഞ്ഞ 6 പോയിന്റുകളും ഒന്ന് കൺസിഡർ ചെയ്യുക. നിങ്ങളുടെ മുടിയും ആകർഷകവും ആരോഗ്യകരവുമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം. അതുവരേക്ക് ഗുഡ് ബൈ.